നമസ്കാരം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സന്ധികൾക്ക് ചുറ്റുമുള്ള വേദനയും നീർക്കെട്ടുമൊക്കെ പൊതുവെ വാതരോഗങ്ങളുടെ ലക്ഷണമായിട്ടാണ് പറയുക എന്ന് വളരെ നമുക്കിടയിൽ കണ്ടുവരുന്ന വളരെ സാധാരണമായി കണ്ടുവരുന്ന വാതരോഗങ്ങളെക്കുറിച്ചാണ് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഒപ്പമുള്ളത് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റായ ഡോക്ടർ ഗ്ലാക്സൺ അലക്സ് ആണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, വാതരോഗങ്ങൾ വളരെ സാധാരണമായ ഒരു രോഗാവസ്ഥയാണ്. പ്രത്യേകിച്ചും പ്രായമായ ആളുകൾക്ക് സന്ധിവാത രോഗങ്ങൾ വളരെ കണ്ടുവരിക സ്വാഭാവികമായിട്ടാണ് നമ്മൾ കരുതുക പോലും. അതിനൊരു കൃത്യമായി ചികിത്സിച്ച് മാറ്റാമെന്ന് പോലും നമ്മൾ കരുതാറില്ല. കാരണം പ്രായമായി കഴിഞ്ഞാൽ വാതരോഗങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് ആ വേദനയും സന്ധികളിലെ തേയ്മാനവും ഒക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് മരുന്ന് കൊണ്ട് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റേണ്ട ഒന്നായിട്ട് പോലും പൊതുവെ ആളുകൾ കാണാറില്ല. ഡോക്ടറെ, അത്തരത്തിലാണോ വാതരോഗങ്ങളെ കാണേണ്ടത്? പ്രായമായാൽ പോലും ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണോ? വളരെ റിലവൻ്റ് ആയ ഒരു ചോദ്യമാണിത്. സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഇതാണ്, ഈ പ്രായമായവരിൽ മാത്രം വരുന്നതാണ് വാദം. ഇത് സർവ്വസാധാരണയായി നമ്മൾ കാണുന്ന OPയിലൊക്കെ വരും, അയ്യോ പ്രായം ചെറുപ്പക്കാർക്ക് വരാറുണ്ടോ, അത് പ്രായമായവർക്കുള്ളതല്ലേന്ന്. എന്നാൽ ഇത് വളരെ തെറ്റായ ധാരണയാണ്. പ്രധാനമായി ഈ വാദം അഥവാ ആർത്രൈറ്റിസ് എന്താണെന്ന് പറയാം. നമ്മൾ ആർത്രൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് എല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് സന്ധി എന്ന് പറയുന്നത്. ഈ സന്ധികൾക്കുണ്ടാകുന്ന വേദനയും നീർക്കെട്ടിനെയാണ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. സോ ആർത്രൈറ്റിസിനെ ഒരു ബ്രോഡായി നമ്മൾ പറഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, തേയ്മാനം മൂലമുണ്ടാകുന്ന ആർത്രൈറ്റിസും, മറ്റേത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, നീർക്കെട്ട് കൂടുതലുണ്ടായി വരുന്ന ആർത്രൈറ്റിസ്. ഇതിലെ ഈ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസിൽ ഗണത്തിൽപ്പെടാവുന്നതാണ് നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. നമ്മൾ പ്രായമാധിക്യം കൊണ്ട് നമ്മുടെ വീട്ടിലെ അമ്മമാർക്കും ഒക്കെ കാണുന്ന മുട്ടുകൾക്കുണ്ടായിരുന്ന തേയ്മാനം, സെർവൈക്കൽ സ്പോണ്ടലോസിസ്, കഴുത്തിനുണ്ടാകുന്ന തേയ്മാനം, ലംബാർ സ്പോണ്ടലോസിസ്. ഇത് അധിക ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടോ വരുന്ന ഇതാണ്. കൂടുതലും വാർദ്ധക്യ സഹജമായും അല്ലെങ്കിൽ ഒരുപാട് യൂസ് ചെയ്യുന്നവർക്കും വരുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വാദവും. പക്ഷേ മറ്റൊരു വിഭാഗമുണ്ട്, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതായത് നീർക്കെട്ട് കൂടുതലായിട്ട് വരുന്ന വാദം. ഇത് കൂടുതലും ഏത് പ്രായത്തിനെയും ഇത് അഫക്റ്റ് ചെയ്യാം. കുട്ടികൾ മുതൽ പ്രായമായ അച്ഛനെയും അമ്മയും വരെ അഫക്റ്റ് ചെയ്യാമെങ്കിലും കൂടുതലും ഇത് ചെറുപ്പക്കാരിലാണ് നമ്മൾ അധികം കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതും നമ്മുടെ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് തമ്മിലുള്ള വ്യത്യാസം, ഇത് കൂടുതലും പല സന്ധികളിലുമായിട്ടായിട്ട് മൾട്ടിപ്പിൾ ജോയിൻസിൽ ചെറുതും വലുതുമായ സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ട്, വേദന, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള സ്റ്റിഫ്നെസ്, കൈ തുറക്കാൻ പറ്റുന്നില്ല, 15 മിനിറ്റ് എടുക്കും. രാവിലെ അമ്മമാരൊക്കെ എഴുന്നേറ്റ് പോയി അടുക്കളയിൽ പോയി പെരുമാറാനും കുറ്റി തുറക്കാനും കഥ തുറക്കാനും ഒക്കെ നന്നായി വിഷമിക്കുന്ന അവസ്ഥ. പിന്നെ പോകെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഭേദമാവും. ഇത് ആണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഇതിൽ പ്രധാനമായ കേരളത്തിൽ അധികമായി കണ്ടുവരുന്ന ഒന്നാണ് ആമവാദം അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ വാദം. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, നമുക്ക് അതിലേക്ക് വിശദമായിട്ട് എത്താം. നമുക്ക് രണ്ട് പ്രേക്ഷകരുടെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മെഹബൂബ് ഉണ്ട്. സർ സ്വാഗതം, ഡോക്ടർ സംസാരിച്ചോളൂ. നമസ്കാരം. മെഹബൂബ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഡോക്ടർ സംസാരിച്ചോളൂ. മെഹബൂബ്, കേൾക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എൻ്റെ വലത് തോളലിന്റെ ഈ കൈയുടെ കുഴ, അതിനെപ്പറ്റി ഒരു സംശയം ചോദിക്കാനാണ്. അപ്പം 8 വർഷം മുമ്പ് ഇത് പിന്നെ ഈ തോളലിന് നല്ല വേദന വന്നായിരുന്നു. അപ്പൊ അവിടെ ഈ ഒരു ഫ്ലൂഡങ്ങ് കുത്തിവെച്ച് ഒരു 10 ദിവസം ആശുപത്രി കിടന്നായിരുന്നു. തോളിലൊക്കെ മറ്റേ ഷോൾഡർ ഒക്കെ ഇട്ടിരുന്നു. ഇപ്പൊ അതിനുശേഷം ചെറുതായിട്ട് വേദന ആ ഭാഗത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. കൈ ആ സമയത്ത് ോളം എല്ലാം ഉൾപ്പെടെ അവിടെ കിടന്നായിരുന്നു. അത് മാറിയായിരുന്നു. പിന്നെ തുടങ്ങിയിട്ടുണ്ട് തോളിന്റെ ഈ ജോയിന്റ് തന്നെ, ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഒരച്ചിലുണ്ട് അവിടെ. ശരി. സോ 10 വർഷം മുന്നേ വലത് തോളിന് വേദനയും നീർക്കെട്ടും ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും വലുതായിട്ട്, പക്ഷെ വേദന ഉണ്ടായി, കൈ ഉയർത്താൻ പാടായിരുന്നു. അപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഈ രണ്ടിന്റെ ഇടയ്ക്ക് നമ്മുടെ അനസ്തേഷ്യ ചെയ്തിട്ടാണ് എന്താന്നുള്ള അറിയില്ല. അങ്ങനെ. മെഹബൂബ്, എത്ര പ്രായമുണ്ട് മെഹബൂബിന്? 58. ഡയബറ്റിസ് അസുഖമുണ്ടോ? ഡയബറ്റിസ് ഉണ്ടോ? ഇപ്പൊ ഡയബറ്റീസ് ഉണ്ട്, അന്നില്ലായിരുന്നു. ഇപ്പൊ ഡയബറ്റീസ് ചെറുതായിട്ടുണ്ട്. ഇപ്പൊ ഉണ്ട്. ശരി. മറ്റ് സന്ധികൾക്ക് വേദനയുണ്ടോ? ഇത് കൂടാതെ മറ്റു തോളിനോ വേറെ സന്ധികൾക്ക് വേദനയുണ്ടോ? ഇതല്ലാതെ, ഈ വലത് തോളല്ല? ഇപ്പൊ മിക്കവാറും ഈ കൈയുടെ അവിടെ ഇവിടെ എല്ലാം വേദനയുണ്ട്. പക്ഷെ ഈ ഭാഗമാണ് പ്രധാനമായിട്ട്. ശരി.
ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു ജോയിൻറ്റിൽ മാത്രമായിട്ടുള്ള വേദനയും നീർക്കെട്ടുമാണ്. ചിലപ്പോൾ ഇത് ജോയിൻറ്റിൽ ഉള്ള ഇഷ്യൂ ആയിരിക്കത്തില്ല. ഈ ജോയിൻറ്റിന് ചുറ്റുമുള്ള വലയങ്ങളുണ്ട്, നമ്മുടെ മസിലുകളുടെ വള്ളികൾ, ടെൻഡൻ, ലിഗമെൻ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നീർക്കെട്ട് വന്നാലും ഇപ്പോൾ മെഹബൂബ് പറയുന്ന പോലത്തുള്ള സിംറ്റം വരാം. ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അവിടെ നീർക്കെട്ട് കുറയുകയും അത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഇഞ്ചുറി വരാം. ഇത് കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, ഒരു ജോയിൻറ്റ് മാത്രമായിട്ട്. അല്ലാതെ ഒരു ഇൻഫ്ലമേറ്ററി കൂടിയ ആർത്രൈറ്റിസ് ഉണ്ടതുപോലെ ഇത് കേട്ടിട്ട് തോന്നുന്നില്ല. സാധാരണ അത് മറ്റ് ജോയിൻറ്റുകളെയും അഫക്റ്റ് ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്റ്റിഫ്നെസ് മുതലായ കാര്യങ്ങൾ വരും. അപ്പോൾ ഒരു വിദഗ്ധനായ റുമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ് അവിടെ പാത്തോളജി, ആർത്രൈറ്റിസ് ആണോ അതോ അതിന് ചുറ്റുമുള്ള പെരി ആർത്രൈറ്റിസ് ആണോ അതോ ടെൻഡൻ മുതലായ അവയവങ്ങൾക്കുള്ള ക്ഷതമാണോ എന്ന് അറിഞ്ഞതിന് ശേഷം വ്യക്തമായ ചികിത്സ നൽകിയാൽ ഇതിന് റിലീഫ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ റുമറ്റോളജിസ്റ്റിനെ കണ്ട് അത് എന്താണ് അവിടെ ഷോൾഡറിൽ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് ഫലപ്രദമായ ചികിത്സ ഇതിന് ലഭ്യമാക്കാവുന്നതാണ്. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. തിരുവനന്തപുരത്ത് നിന്ന് ജോയൽ കൂടിയുണ്ട്. ജോയൽ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ജോയൽ, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്കൊരു ഈ ഓസ്റ്റിയോപോറോസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ ട്രീറ്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും കൂടെയാണ് ഞാൻ വിളിക്കുന്നത്. കാരണം അമ്മ ഒരു ടീച്ചറാണ്. അപ്പം ഒരുപാട് സമയം നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ മുട്ടിന് വേദന അങ്ങനെ എപ്പോഴും ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അപ്പം ഒരിക്കൽ ഡോക്ടറിനെ കാണിച്ച സമയത്ത് ഈ ഓസ്റ്റിയോപോറോസിസിന്റെ ഒരു തുടക്കമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം സജസ്റ്റ് ചെയ്തത് ആക്ച്വലി വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സും പിന്നെ അതുപോലെ ഫിസിയോതെറാപ്പിയും ഒക്കെ ആയിരുന്നു. അപ്പം എൻ്റെ സംശയം, ഈ ഒരു ഫിസിയോതെറാപ്പി കൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഓസ്റ്റിയോപൊറോസിസ് തന്നെയാണോ അമ്മയുടെ മുട്ടിൻ്റെ വേദനയുടെ കാരണമെന്ന് സ്ഥിരീകരിക്കുന്നതാണ് പ്രധാന കാരണം. മോസ്റ്റ്ലി അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് സന്ധികളുടെ തേയ്മാനം കൊണ്ടായിരിക്കാം. പക്ഷേ ഓസ്റ്റിയോപൊറോസിസ് എന്ന കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് വരാൻ സാധ്യതയുള്ള ചിലരിലാണ്. ഉദാഹരണത്തിന് ഈ സന്ധിവാത രോഗങ്ങളുള്ളവർക്ക് ഓസ്റ്റിയോപൊറോസിസിന് ചാൻസ് കൂടുതലാണ്. യാമവാദം പോലുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ വരാം. പിന്നെ നേരത്തെ ഈ ഹിസ്റ്ററക്ടമി, ഗർഭഛിദ്രം ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള സാധ്യതകൾ പഠനങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് സ്റ്റിറോയിഡ്സ് ലോങ് ടേം കഴിക്കുന്നവർക്ക് ഓസ്റ്റിയോപൊറോസിസ് വരാം. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് കൊണ്ടാവുന്ന റിസ്ക് ഇതാണ്. അതിൻ്റെ പ്രശ്നം ഇതുപോലത്തുള്ള വേദന വരാം. ഒരു ചെറിയ വീഴ്ചയിൽ ചിലപ്പോൾ പൊട്ടൽ വരാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചില ഫ്രാക്സ് സ്കോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്കോറുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാൽസ്യം, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് മതിയാവും. സാധാരണ പ്രായമുള്ളവർക്ക് കാൽസ്യം, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് മതിയാവും. പിന്നെ ഡെക്സ എന്നൊരു സ്കാനുണ്ട്, അറിയാമെന്ന് തോന്നുന്നു. ആ ഡെക്സ സ്കാനിലെ സ്കോറും നമ്മൾ ഇതിന് അടിസ്ഥാനമാക്കാറുണ്ട് ചികിത്സയ്ക്ക്. അത് വെച്ചിട്ടാണ് ചികിത്സ ഏത് വേണം, എന്ത് വേണം, വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ജോയൽ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. കണ്ണൂർ അസീസ് കൂടിയുണ്ട്. സർ, സ്വാഗതം. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സാർ. ഞാൻ വിളിക്കുന്നത് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. എൻ്റെ ഉമ്മ ഏകദേശം 3 വർഷത്തോളമായി ചികിത്സയിലാണ്. ആമവാദം എന്ന രോഗത്തിന്റെ ചികിത്സ സ്ഥിരമായിട്ട് ഒമ്നാക്കോട്ടിൽ, അതുപോലെ സിക്കസ്, സിറ്റിസിനൊക്കെ കഴിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പിന്നെ കൺട്രോൾഡ് ആണെന്ന് ചോദിച്ചാൽ കൺട്രോൾഡ് ആണ്. പക്ഷെ എന്നാലും എപ്പോഴും കൈയും കാലും വേദനയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് ഗുളിക കഴിച്ചിങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാണോ അതോ ഇതിന് വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളതാണ്. ശരി. എല്ലാവർക്കും സാധാരണമായി വരുന്നൊരു സംശയം തന്നെയാണ്, ഇത് എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും, ഈ മരുന്നുകൾ ഇങ്ങനെ തുടർന്ന് കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ മറ്റോ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ. ആമവാദം അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇതൊരു പ്രമുഖമായ സന്ധിവാത രോഗം തന്നെയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കണ്ടുവരുന്ന സന്ധിവാത രോഗങ്ങളിലൊന്നാണ് ആമവാദം. സ്ത്രീകളിൽ തന്നെയാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പം ഇത് മറ്റൊരു ക്രോണിക് അസുഖങ്ങളെ പോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്, ക്രോണിക്കുമാണ്. ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിന്, ഇപ്പം നമ്മുടെ ശരീരത്തിൽ കൊറോണ വൈറസ് വന്നു, ബാക്ടീരിയ, വൈറസ്, ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്.
ഈ സിസ്റ്റത്തിന് തകരാറ് പറ്റുകയും ഇത് നമ്മുടെ തന്നെ നല്ല കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളെന്ന് പറയുന്നത്. അതിൽ സർവ്വപ്രധാനമായ അസുഖമാണ് ഈ ആമവാദം അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അപ്പോൾ ഇതിനിപ്പം വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഉണ്ട്. ഇപ്പോൾ പണ്ട് പറഞ്ഞതുപോലെ പണ്ട് സ്റ്റിറോയിഡ്സും വേദന സംഹാരികളും ഒക്കെ തന്നെയായിരുന്നു ഒരു 2-3 ദശകത്തിന് മുന്നേ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇമ്മ്യൂണോളജിയിലും റുമറ്റോളജിയിലും വന്ന ഡെവലപ്മെൻറ്റ് പ്രകാരം നമുക്ക് ഒരുപാട് നല്ല മരുന്നുകൾ അവൈലബിൾ ആയിട്ട്, സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ സേഫായി കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ സുലഭമായി അവൈലബിൾ ആയിട്ടുണ്ട്. അഡ്വാൻസ്ഡായി ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ജനിതക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നൽകുന്ന ചികിത്സാ രീതികൾ വരെയുണ്ട്. സോ നമ്മുടെ ആർമമെൻറ്റേറിയം, നമ്മുടെ ആയുധ കലവറ വളരെ വലുതാണ് ഇപ്പോൾ. അപ്പം അമ്മയുടെ കാര്യത്തിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പൂർണ്ണമായി കൺട്രോളിലായോ എന്ന് അറിയുകയും വേണം. ഈ സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. നമ്മൾ കുറച്ച് കാലത്തേക്ക് ബ്രിഡ്ജിങ് തെറാപ്പി എന്ന് പറയും, മറ്റു മരുന്നുകൾ ആക്ട് ചെയ്യുന്ന ഒരു സമയത്തേ കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് പതുക്കെ വളരെ വളരെ വിളരമായിട്ട് മാത്രമേ ഈ സ്റ്റിറോയിഡുകൾ വെക്കാറുള്ളൂ. നമ്മൾ എത്രയും പെട്ടെന്ന് കുറച്ച് മാറ്റി മറ്റ് സേഫായ മരുന്നുകൾ വെക്കുകയാണ് പതിവ്. അമ്മയുടെ കാര്യത്തിൽ എത്ര കാലം കഴിച്ചു എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ആ മരുന്നുകൾ കുറയ്ക്കാവുന്നതാണ്. മറ്റ് സേഫായ മരുന്നുകൾ വെച്ച് കൺട്രോൾ ആയതിനു ശേഷം പിന്നെ പോകെ ആ മരുന്നുകളുടെ ഡോസ് കുറച്ച് ചെറിയൊരു മരുന്നിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ക്രോണിക് അസുഖമാകുമ്പോൾ നമുക്ക് ചിലപ്പം ചില മരുന്നുകൾ വെക്കേണ്ടി വരും. കാരണം കംപ്ലീറ്റ്ലി അത് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചത് വരുമ്പോൾ കുറച്ച് സിവിയറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഷുഗറൊക്കെ പോലെ ഡയബറ്റീസിന് നമ്മൾ കുറച്ച് കാലം മരുന്ന് കഴിച്ച് നമ്മൾ നിർത്താറില്ലല്ലോ. അപ്പോൾ നമ്മൾ തുടർന്ന് ചികിത്സിച്ചാൽ അതിൻ്റെ മരുന്നുകളുടെ എണ്ണവും നമ്മുടെ കോംപ്ലിക്കേഷൻസും കുറയും. അതുപോലെ കരുതിയാൽ മാത്രം മതി. അസീസ് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് പൊതുവെ വാതരോഗങ്ങൾക്ക് മോഡേൺ മെഡിസിനിലല്ല ചികിത്സ, നമ്മൾ കൂടുതലായും ഹെർബൽ മരുന്നുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ മോഡേൺ മെഡിസിനിൽ കൃത്യമായ ചികിത്സയില്ല എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ ഡോക്ടർ തിരുത്തിയിരിക്കുന്നത്. സ്റ്റിറോയിഡുകളും പെയിൻ കില്ലറുകളും മാത്രമാണ് മോഡേൺ മെഡിസിനിൽ വാതരോഗങ്ങൾക്കായി കൊടുക്കുക എന്നൊരു പൊതുധാരണ ഇപ്പോഴും നിലവിലുണ്ട്. ഡോക്ടർ ഇപ്പോൾ വളരെ വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞു. നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം. തുടരുന്നു. വാതരോഗങ്ങളുടെ ചികിത്സയെക്കുറിച്ചാണ് ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം SUT ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റായ ഡോക്ടർ ഗ്ലാക്സൺ അലക്സാണ് നമുക്കൊപ്പം ഉള്ളത്. ഡോക്ടർ പലപ്പോഴും പറയാറുണ്ട്, നേരത്തെയുള്ള രോഗനിർണയം വളരെ പൂർണ്ണമായി രോഗം ചികിത്സിച്ച് മാറ്റാനോ നിയന്ത്രിച്ച് നിർത്താനോ വളരെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ഈ വാതരോഗങ്ങളുടെ കാര്യത്തിൽ ഡോക്ടറെ സമീപിക്കുന്നത് തന്നെ രോഗം മൂർച്ഛിച്ച ശേഷമോ 5-10 വർഷങ്ങൾക്ക് ശേഷമോ അത്ര കാലം വേദനയും നീർക്കെട്ടും ഒക്കെ കൊണ്ടു നടന്ന ശേഷമായിരിക്കും പരിശോധനയ്ക്ക് പോലും എത്തുക. ഡോക്ടറുടെ അനുഭവത്തിൽ അങ്ങനെയാണോ? ആളുകൾ വൈകാറുണ്ടോ? വളരെ ശരിയായ കാര്യമാണ്. നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത കേരളത്തിൽ വാതരോഗം എന്ന് പറഞ്ഞാൽ അത് പ്രായമുള്ളവർക്കാണ്. ഇത് വന്നാൽ വേറെ രക്ഷയില്ല. ആയുർവേദം അല്ലാതെ മറ്റ് തെറാപ്പീസ് അല്ലാതെ ഇതിന് വേറെ ചികിത്സാ മാർഗങ്ങളില്ല എന്നൊരു മിഥ്യാധാരണ വളരെ പ്രിവലൻ്റായിട്ട് സമൂഹത്തിൽ നിൽക്കും. അപ്പം എന്താ സംഭവിക്കുക? ഈ ആർത്രൈറ്റിസ് വരുമ്പോൾ സന്ധികൾക്ക് വേദനയും നീർക്കെട്ടും വരും. അപ്പോൾ ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു പെയിൻ കില്ലറോ ഒരു സ്റ്റിറോയിഡോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് തൽക്കാലം കഴിക്കും, ആ വേദന അങ്ങ് അടക്കി വെക്കും. കുറച്ച് കഴിഞ്ഞ് അത് ശരിയാകുമ്പോൾ അങ്ങ് വിടും, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. അല്ലെങ്കിൽ വേറെ കുറച്ച് കഴിയുമ്പോഴത്തെ ആയുർവേദമോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യും. അപ്പം ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ സാധാരണഗതിയിൽ നല്ലൊരു താമസം വന്ന് ഓൾറെഡി കൈകൾക്ക് വൈകല്യങ്ങളും ഡിഫോമിറ്റീസും വാദങ്ങളുടെ കോംപ്ലിക്കേഷൻസും എല്ലാം വന്നിട്ടാണ് വരുന്നത്. അത് ഈ വാതരോഗങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് ആളുകളിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. കാരണം ഇത് ചില പെർമനൻറ്റ് ഡിഫോമിറ്റീസ് ഉണ്ടാക്കാം, വൈകല്യങ്ങൾ ഉണ്ടാക്കാം, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെയധികം ബാധിക്കാം. മാത്രമല്ല ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഇത് ലങ്സിനെ ആന്തരികങ്ങളെയൊക്കെ ചില വാദങ്ങൾ ബാധിക്കാം എന്നുള്ളതാണ് ഇതിലെ പ്രമുഖമായ കാര്യം. അപ്പം ഏർലി ആയി ഡയഗ്നോസ് ചെയ്ത് ഏർലി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മിക്ക 60-70% കേസുകളിലും നമുക്ക് ഇത് പൂർണ്ണമായി ചികിത്സിച്ച് കൺട്രോൾ ചെയ്ത് വെക്കുകയും മിക്ക അവസരങ്ങളിലും നമുക്ക് മരുന്ന് നിർത്താനും പറ്റും. ഈ താമസിക്കും തോറും അതിൻ്റെ കോംപ്ലിക്കേഷൻസും മരുന്നുകളുടെ എണ്ണവും ചിലപ്പം കൂടുതലായി ഉപയോഗിക്കേണ്ടി വരും. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് പട്ടാമ്പിയിൽ നിന്ന് അഹമ്മദ് ഉണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. അത് പട്ടാമ്പിന്ന് എന്റെ ഇടത്തെ കൈന്റെ ഷോൾഡറിന്റെ ഉള്ളില് ഭയങ്കര വേദന. അതിപ്പോ ഈ ഒരു മാസം മുന്നേ തുടങ്ങിയതാണ്. നോമ്പിന്റെ ഒരു 15 ദിവസം മുന്നേ തുടങ്ങി. ഇപ്പൊ നോമ്പ് അതിന് ശേഷം ഭയങ്കര വേദന ഈ ഷോൾഡറിന്റെ ഉള്ളില് ഇടത്ത് കൈന്റെ. ഇടക്ക് കൈന്റെ വിരലിന് തരിപ്പും വരുന്നുണ്ട്. മനസ്സിലായി. തോളില് എന്ത് ചെയ്യുമ്പോഴാണ്, എപ്പോഴാണ് ഇത് വേദനിക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോഴാണോ അതോ എന്തെങ്കിലും ജോലികളൊക്കെ? രാവിലെ ഒന്നും പ്രശ്നമില്ല. രാവിലെ പ്രശ്നമില്ല. ഭക്ഷണം കഴിച്ചപ്പോ ഈ നോമ്പ് അതിന് ശേഷമാണ് അത് കൂടുതൽ കാണിക്കാൻ തുടങ്ങി. പ്രമേഹ രോഗം ഉണ്ടോ? ഷുഗർ ഉണ്ടോ? ഇല്ല സാർ, ഇല്ല. ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ഒരാളായിരുന്നു. മനസ്സിലായി.
മനസ്സിലായി. ആക്റ്റീവായിരിക്കും. അപ്പോൾ ഒരു തോളിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോളിലുള്ള വേദന എല്ലാം ആർത്രൈറ്റിസ് ആവണമെന്നില്ല. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ്, സന്ധികൾക്കകത്തുള്ള നീർക്കെട്ടും വേദനയും. അപ്പം ഒരു ജോയിൻറ്റിൽ മാത്രം ഇതുപോലെ അല്ലെങ്കിൽ ഒരു ഷോൾഡർ മാത്രം പെയിൻ വരുമ്പോൾ ചിലപ്പോൾ ഇതിന് ചുറ്റുമുള്ള വള്ളികൾക്കുള്ള നീർക്കെട്ടാവാം. ടെൻഡിനൈറ്റിസ്, ടെൻഡിനോസിസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ പെരിയ ആർത്രൈറ്റിസ് മുതലായ ഈ ജോയിൻസിന് പുറത്തുള്ള അസുഖങ്ങളും ഇതുപോലെ തന്നെ വേദന ഉണ്ടാക്കാം. അപ്പോൾ അത് ചില പരിശോധനകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, ESR മുതലായത് നോക്കിയതിന് ശേഷം പ്രശ്നമുള്ള ആർത്രൈറ്റിസ് ആണോ അതോ ഇതുപോലുള്ള നീർക്കെട്ടുകളാണോ എന്ന് നോക്കിയിട്ട് വളരെ ഫലപ്രദമായി ഇത് ചികിത്സിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു റുമറ്റോളജിസ്റ്റിനെ കണ്ടാൽ മതിയാവും. സർ, വിളിച്ചതിന് നന്ദി. കൊല്ലത്ത് നിന്ന് സിന്ധു ഉണ്ട്. സിന്ധു, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. നമസ്കാരം സിന്ധു, പറഞ്ഞോളൂ. സാർ, ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. ഞാൻ ഒരു 6-7 വർഷത്തിന് മേലായി എനിക്കൊരു ലെഫ്റ്റ് ഷോൾഡറിലോട്ടായിരുന്നു ഫസ്റ്റ് പെയിൻ. പിന്നെ കുറച്ച് നാളിന് ശേഷം അത് റൈറ്റിലോട്ടായി. പിന്നെ എൻ്റെ എല്ലാ ജോയിൻറ്റും ആയി. അപ്പോൾ ഞാൻ ന്യൂറോയെ കാണിച്ചു, കുറച്ച് മെഡിസിൻ എടുത്തു. അത് കഴിഞ്ഞ് RF ഫാക്ടർ, ASO എല്ലാം ചെയ്ത് നോക്കി. അതൊക്കെ നെഗറ്റീവാണ്. ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തു, അതും നെഗറ്റീവാണ്. അപ്പോൾ രാത്രി ഭയങ്കര പെയിനായിട്ട്, ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇപ്പം ഞാൻ സാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ മാക്ഗാലിൻ, അമിക്സൈഡ് H, പിന്നെ പെയിൻ സിവിയറായിട്ട് വരുമ്പോൾ ഡിഫ്ലോസാക്കോട്ട് കഴിക്കാറുണ്ട്. അതിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സാറ് മെഡിസിൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്ക് മെഡിസിൻ ഒന്ന് ടേപ്പർ ചെയ്യാനേ പറ്റുന്നില്ല. ശരി. ഈ സന്ധികളുടെ വേദന, എല്ലാ സന്ധികൾക്കും വേദനയുണ്ടോ? ഇത് രാവിലെ കൂടുതലാണോ? ഈ രാവിലെ സ്റ്റിഫ്നെസ് ഉണ്ടോ? രാവിലെയാണ് കൂടുതൽ. രാത്രിയിലും പെയിൻ കാരണം ഒരു സൈഡിലോട്ട് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ പക്ഷെ എനിക്ക് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. ശരി, നോക്കാം. അപ്പോൾ സന്ധികളുടെ വേദന തന്നെ ആയിട്ടാണ് തോന്നുന്നത്. കേട്ടിട്ട് എല്ലാ ജോയിൻസിലും വേദനയുണ്ട്, നീർക്കെട്ടുമുണ്ട്. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ കുറവുണ്ട്, നിർത്തുമ്പോൾ വീണ്ടും വരുന്നു, അല്ലേ? ഫൈബ്രോമയാൾജിയ എന്നുള്ള രീതിയിലാണ്. അതെ. അപ്പം ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ആർത്രൈറ്റിസ് ഉണ്ടോ എന്ന് നോക്കുക ആദ്യം. ഈ ജോയിൻസിനുള്ള വേദനയും നീർക്കെട്ടും ESRും മറ്റും എല്ലാം കൂടിയിരിപ്പുണ്ടോ? ESR ടെസ്റ്റ് നോർമലാണ്. ഓക്കെ, 20 ഉള്ളൂ. ശരി. അപ്പം റൊമറ്റോയിഡ് ഫാക്ടർ നെഗറ്റീവാണ്. അപ്പം ശരിക്ക് ആർത്രൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. എന്നിരുന്നാലും റൊമറ്റോയിഡ് ഫാക്ടർ നെഗറ്റീവ് ആയാലും ആർത്രൈറ്റിസ് വരാം. അതിനെ സെറോ നെഗറ്റീവ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പം റൊമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആയാൽ മാത്രമല്ല ആർത്രൈറ്റിസ്, ഇല്ലാത്ത ആർത്രൈറ്റിസും ഉണ്ട്. ഒരു 40% സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ആണ്. അതും ഇതുപോലെ തന്നെയാണ് സിംറ്റം. പിന്നെ രണ്ടാമത് നിങ്ങൾ ഈ പറഞ്ഞ ഫൈബ്രോമയാൾജി ആവാനുള്ള ചാൻസ് ആണ് കൂടുതലും. ദേഹമാസകലമുള്ള വേദന, ക്ഷീണം, പേശികളിലും മാംസങ്ങളിലും സന്ധികളിലും എല്ലാമുള്ള വേദന ഫൈബ്രോമയാൾജിയുടെ ലക്ഷണമാണ്. അപ്പോൾ ഫൈബ്രോമയാൾജിക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് ഒരു 60-70% എഫക്റ്റീവ് ആവും. അതോടൊപ്പം തന്നെ വ്യായാമവും അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈബ്രോമയാൾജിയ അഥവാ പേശിവാദം അത്ര ഗുരുതരമായൊരു വാദമല്ല. അത് മറ്റ് അവയവങ്ങളെ ബാധിക്കുമോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ വേദനയും ഈ ടൈപ്പുള്ള സിംറ്റംസുമാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അത്യാവശ്യം വേണ്ട വ്യായാമവും ചില സമയത്ത് ഫിസിയോതെറാപ്പിയും മറ്റ് കാര്യങ്ങളും കൂടെ ചേർന്നാലേ ഫൈബ്രോമയാൾജിക്ക് ഒരു റിലീഫ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു റുമറ്റോളജിസ്റ്റിൻ്റെ ഉപദേശപ്രകാരം മരുന്നുകൾ കഴിച്ച് എക്സസൈസും ചെയ്ത് കൺട്രോൾ ആയതിനു ശേഷം പതുക്കെ ഗ്രാജ്വലി ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഈ മരുന്നുകൾ നിങ്ങൾ ഭേദമാവുന്നതനുസരിച്ച്. അല്ലാതെ പെട്ടെന്ന് നിർത്തുമ്പോൾ വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു റുമറ്റോളജിസ്റ്റിൻ്റെ ഉപദേശപ്രകാരം മരുന്നുകൾ കഴിക്കുന്നത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒരു രീതിയിൽ വേണം ചെയ്യാൻ. സിന്ധു, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ അവർ സൂചിപ്പിച്ച പോലെ പലപ്പോഴും നമുക്കറിയാം 100-ലധികം വാതരോഗങ്ങളുണ്ട്. കൃത്യമായി ഏത് വാദമാണ് എന്ന് കാരണം കണ്ടെത്തി ചികിത്സിക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുക. അപ്പോൾ അത് അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ വേദന തുടരുകയും പരിഹാരമില്ലാതെ തുടരുകയും. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കൃത്യമായി എങ്ങനെ ഡയഗ്നോസിസ് ഏത് വാദമാണെന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അതെ, പറഞ്ഞതുപോലെ ഈ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. തലവേദന വന്നു, നമുക്കെല്ലാവർക്കും തലവേദന വരാറുണ്ട്. അപ്പോൾ തലവേദനയ്ക്ക് അനവധി കാരണങ്ങളുണ്ട്. അത് മൈഗ്രെയിൻ കൊണ്ട് വരാം, സൈനസ് ഇൻഫെക്ഷൻ കൊണ്ട് വരാം, ബ്രെയിനിൽ ട്യൂമർ കൊണ്ട് വരാം,
അപ്പം ഇതൊരു സൈനാണ്. ഇതെന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു റുമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ പരമമായ ധർമ്മം. അപ്പോൾ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റിലുണ്ടാകുന്ന നീർക്കെട്ടും വേദനയും വരുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ 100-150ഓളം വാതരോഗങ്ങളിൽ ആർത്രൈറ്റിസ് ഒരു മാനിഫെസ്റ്റേഷൻ, അതൊരു രോഗലക്ഷണം മാത്രമാണ്. രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു ആമവാദമാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇതുപോലെയുള്ള ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസുകളാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്, സോറിയാസിസുമായി ബന്ധപ്പെട്ട ആർത്രൈറ്റിസ്. ഡോക്ടർ ക്ഷമിക്കണം, നമുക്ക് സമയപരിമിതി മൂലമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. മറ്റൊരു അവസരത്തിൽ നമുക്ക് തുടരാവുന്നതാണ്. പ്രോഗ്രാം അവസാനിക്കുന്നു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പാർക്ക് 3 കാണാം. നമസ്കാരം.